വെറുമൊരു ബിരുദമല്ല, മികച്ചൊരു കരിയർ. ആധുനിക സൗകര്യങ്ങളും സുരക്ഷിതമായ ഹോസ്റ്റലുകളും ഇവിടെ നിങ്ങൾക്കായി ഒരുങ്ങുന്നു. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ. കോതമംഗലത്ത് അടിവാട് ടൗണിൽ മോഷ്ടാക്കളെ കൊണ്ട് പൊറുതിമുട്ടി വ്യാപാരികൾ. അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് വ്യാപാരികൾ രംഗത്ത്. കോതമംഗലത്ത് അടിവാട് ടൗണിൽ മോഷണങ്ങൾ വ്യാപിച്ചതോടെ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് വ്യാപാരികൾ രംഗത്ത്. അടിവാട് ടൗണിലെ പല കടകളിലും സമീപത്തെ പല്ലാരിമംഗലം ശിവക്ഷേത്രത്തിലും കഴിഞ്ഞ ദിവസങ്ങളിൽ മോഷണങ്ങൾ നടന്നിരുന്നു. ക്ഷേത്രത്തിലെ CCTV തകർത്താണ് മോഷണങ്ങൾ നടത്തിയത്. ഇതോടൊപ്പം ടൗണിലെ റാസി മൊബൈലിൽ കഴിഞ്ഞ ദിവസം മോഷണ ശ്രമം നടന്നു. ഷട്ടറിന്റെ പൂട്ട് പൊളിക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടതോടെയാണ് മോഷണം നടക്കാതെ പോയത്. മോഷ്ടാവിന്റെ ദൃശ്യം ഇവിടുത്തെ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. തുടരെയുള്ള മോഷണങ്ങൾ കച്ചവടക്കാരെ ആശങ്കയിലാക്കിയിരിക്കുകയാണെന്ന് കടയുടമ മുഹമ്മദ് അലി ബാക്കവി പറഞ്ഞു. കഴിഞ്ഞ ദിവസത്തിൽ എൻ്റെ കടയുടെ പിൻഭാഗത്തുള്ള ഷട്ടർ പൊളിക്കാനുള്ള ഒരു മോഷണ ശ്രമം നടന്നു. ശക്തമായ പൂട്ടുള്ളത് കൊണ്ട് അത് പൊളിക്കാൻ അവർക്ക് സാധിച്ചില്ല. എന്നാലും അടിവാട് പല കടകളിലും അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള അമ്പലത്തിലൊക്കെ ആയിട്ട് ഈ അടുത്തിടയിലായിട്ട് ഒരുപാട് മോഷണങ്ങൾ നടന്നിട്ടുണ്ട്. ഇതിലുള്ള വ്യാപാരികൾ വളരെ ആശങ്കയിലും പേടിയിലുമാണ്. വ്യാപാരികൾ വളരെയേറെ പ്രതിസന്ധികൾ അനുഭവിക്കുന്ന ഈ കാലഘട്ടത്തിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ അടിക്കടി ഉണ്ടാകുന്ന മോഷണങ്ങളും മോഷണ ശ്രമങ്ങളും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്നും പോലീസ് നൈറ്റ് പെട്രോളിംഗ് കർശനമാക്കണമെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് MM അലി ആവശ്യപ്പെട്ടു. ഒട്ടനവധി മോഷണങ്ങളും ശ്രമവും പെരുകി വരികയാണ്. അതുപോലെ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം അടിപാട് കൂടി വരുന്ന ഒരു സാഹചര്യമാണ്. ഇതിന് പല പ്രാവശ്യം ഞങ്ങൾ അധികൃതരുമായി ബന്ധപ്പെട്ടും പരാതി കൊടുത്തിട്ടും നാളെ ഇതുവരെ ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല. ഇനി മുതൽ അടിപാട് ഒരു പെട്രോൾ വെച്ചുകൊണ്ട് ഇതിനൊരു നടപടി സ്വീകരിക്കണം എന്നാണ് വ്യാപാരികൾക്ക് പറയാനുള്ളത്. ന്യൂസ് ഡെസ്ക് മൂവ്മെന്റ് ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.